ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ലൈഫ് ആഫ്റ്റർ +2 വ്ലോഗ് ചെയ്യണമെന്ന്. പക്ഷേ അത് ഞാൻ എന്തൊക്കെയൊക്കെ കാരണങ്ങൾ കൊണ്ട് മറന്നുപോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരുടെയോ മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ലൈഫ് ആഫ്റ്റർ +2 വ്ലോഗ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. സോ വൈ നോട്ട്, നമുക്കിപ്പോൾ ചെയ്യാം. എല്ലാ ദിവസവും ഞാനും എൻ്റെ ബ്രദറും തമ്മിലുള്ള ഷട്ടിൽ മാച്ചസോട് കൂടിയാണ് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അല്ല, എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഷട്ടിൽ കളിക്കുമ്പോഴത്തേക്കും അതിലെ ഷട്ടിൽ കോക്ക് ഇങ്ങനെ മരത്തേക്ക് കൊടുക്കും. അപ്പോൾ അത് താഴെ ചാടാൻ വേണ്ടി നമ്മൾ ബാറ്റ് വെച്ച് എറിയും, ബാറ്റ് അവിടെ കൊടുക്കും. അവസാനം നമ്മൾ തോട്ടി വെച്ചൊക്കെയാണ് ഇത് എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. അപ്പോൾ അതാണ് എൻ്റെ ഒരു വെക്കേഷൻ, ലൈക്ക് എല്ലാ ദിവസത്തിലും അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ മഴയൊക്കെ ഉണ്ട്, ഇവിടെ മഴ പോയിട്ടൊരു കാറ്റ് പോലും വീശുന്നില്ല. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ പോലും, അല്ലെങ്കിൽ അവസാനം നടന്ന ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും കാർഡ്ബോർഡിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. നിങ്ങൾക്ക് ആക്രിക്കട പോലെയൊക്കെ തോന്നിയേക്കാം, ബട്ട് ഇറ്റ് ഈസ് മൈ സ്റ്റഡി ടേബിൾ. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുന്ന ആളല്ല, നിങ്ങൾക്ക് എൻ്റെ വ്ളോഗുകൾ കാണുന്നവർക്ക് അറിയാം. ആൻഡ് അതുകൊണ്ട് തന്നെ ബുക്കുകളും കാര്യങ്ങളും ഇവിടെ ഓരോ വരുന്നവരും പോകുന്നവരും ഒക്കെ ഓരോ സാധനങ്ങൾ എൻ്റെ മേശയിൽ നിക്ഷേപിച്ചിട്ട് പോകും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മോശമായിട്ട് കിടക്കുന്നത്. പിന്നെ ഞാനായിട്ട് മെനക്കെടാറുള്ളത് നേരെയാക്കി വെക്കാൻ. എൻ്റെ കൈ ടിയറായ സമയത്ത് നമ്മളിട്ട ആ ഒരു സാധനവും അടക്കം ഇവർ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഴുതി പഠിച്ച ബുക്കാണ്, നിങ്ങൾ കണ്ടതല്ലേ ഞാൻ കുറേ എഴുതി പഠിക്കുന്നതൊക്കെ. ആ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എഴുതാത്തതും എഴുതിയതൊക്കെ ഞാൻ മാറ്റി വെച്ചു. പിന്നെ +2ൻ്റെ പുതുപുത്തനായിട്ടുള്ള എൻ്റെ ബുക്കുകൾ, ലൈക്ക് നമ്മളങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ലേണർ അല്ല ഞാൻ. പിന്നെയും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കിയല്ല പഠിക്കാറ്. അതുകൊണ്ട് അതെല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കൈ ഉളുക്കിയ സമയത്ത് ഇട്ട സംഭവമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാൽക്കുലേറ്റർ, എൻ്റെ പണ്ടത്തെ ID കാർഡുകൾ, കാര്യങ്ങൾ, ജാംബോൻ്റെ കാലം മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ബുക്ക് എല്ലാം നമ്മളിവിടെ എടുത്ത് മാറ്റി, ടേബിൾ തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റി മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ എൻ്റെ +2 ബുക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു അണ്ടർലൈൻ പോലും ഞാൻ ചെയ്തിട്ടില്ല. ആൻഡ് if any of you are looking for a set of +2 books at a reasonable rate, please drop a DM on my Instagram. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പം പറയാം. അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.